വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഹലോ, ഞാൻ ഇന്നൊരു സ്നാക്സ് ആണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. സ്വീറ്റ് ചട്ടിപ്പത്തിരി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വെച്ചാലോ? ആദ്യം ഞാൻ കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ടേ. ഇത് കഴിക്കാനുള്ള ആഗ്രഹം തോന്നിയത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പം അവളുടെ ഹസ്ബൻഡ് നാട്ടിൽ പോയപ്പം അവളുടെ അമ്മ ആരോടോ പറഞ്ഞ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിച്ച് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞ് അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ കൊണ്ടുതരായിരുന്നു എന്ന്. അവൾ ദുബായിയാണുള്ളത്. അപ്പം അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അങ്ങനെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കല്ലോ എന്ന് വിചാരിച്ച് കുറേ വീഡിയോസൊക്കെ നോക്കി അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. ഇത് അത്ര പെർഫെക്റ്റ് ചട്ടിപ്പത്തിരി ആണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ടേസ്റ്റൊക്കെ ഏകദേശം അതേപോലെ വന്നിരുന്നേ. ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉണ്ടാക്കുന്നതൊന്നും എല്ലാം ഒന്നും പെർഫെക്റ്റ് ഒന്നല്ല, ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവാറുണ്ടെന്ന്. അപ്പോൾ ഇതാ ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടേ. ഇനി അതിലേക്ക് നമ്മൾ പഞ്ചസാരയും ഏലക്കായിട്ട് പൊടിച്ച് വെച്ചില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കാഷ്യൂ, ഉണക്കമുന്തിരി, പിന്നെ ഞാൻ കുറച്ച് ബദാം പൊടിച്ചിട്ടിട്ടുന്നുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇടുന്നുണ്ട്, അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക. അങ്ങനെ അത് റെഡിയായി. ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പഞ്ചസാര ഏലക്കായൻ്റെ മിക്സ് അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ദോശയായി ചുട്ടെടുത്തിട്ടാണ് കേട്ടോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ടയും കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കുറച്ച് പാലും പിന്നെ ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല നേർമയിലുള്ള ദോശകളായിട്ട് ചുട്ടെടുക്കാം. ഞാനിതവിടെ ഒരു 8 ദോശയോളം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നു, അപ്പോൾ അതിൻ്റേതായിട്ട് തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുണ്ടാക്കാൻ അറിയുന്നവർ നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതാ ഒരു കുക്കർ എടുത്ത് അതിൻ്റെ അടിയിൽ കുറച്ചൊന്ന് നെയ്യ് ഞാൻ തടവി കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മൾ ഓരോ ദോശകളായിട്ട് നമ്മൾ നേരത്തെ ഒരു കോഴിമുട്ടേൻ്റെ മിക്സ് എടുത്ത് വെച്ചിരുന്നില്ലേ, അതിൽ മുക്കിയിട്ട് ഈ കുക്കറിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഫില്ലിങ് കുറച്ച് കുറച്ചായിട്ട് ആ ദോശേൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത ദോശ എടുത്ത് ഇതേപോലെ കോഴിമുട്ടയിൽ മുക്കിയിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഫില്ലിങ്സ് ഇടുക. ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക.
എന്നിട്ട് അവസാനം ബാക്കി വന്ന കോഴിമുട്ട അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ കുക്കറിൻ്റെ വിസിൽ ഞാൻ ഊരി വെച്ചിട്ട് കുക്കർ അടച്ച് കുക്കറിൻ്റെ അടിയിൽ ഒരു പാൻ വെച്ചിട്ട് സിമ്മിൽ ഞാനൊരു 15 മിനിറ്റോളം വെക്കുന്നുണ്ടേ. അപ്പോൾ ദേ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലെയറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റും ഏകദേശം അതേപോലെ തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഷേപ്പിൽ ഞാൻ കുക്കറിൽ നിന്ന് എടുത്തപ്പം ആ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തായാലും ചട്ടിപ്പത്തിരി കഴിക്കാനുള്ള ആഗ്രഹം ഞാൻ എന്തായാലും സാധിച്ചെടുത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.